നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ജനവാസമില്ലാത്ത ഒരു കടലിന് നടുവിൽ ഒരു ചെറിയ ബോട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയാൽ എത്ര ദിവസം അതിജീവിക്കും? ഒരു ദിവസമോ അതോ ഒരാഴ്ചയോ? എന്നാൽ ഈ മനുഷ്യൻ അതിജീവിച്ചത് നീണ്ട 14 മാസങ്ങളാണ്. അതും ഒന്നല്ല രണ്ടല്ല 438 ദിവസങ്ങൾ. മരണത്തിന്റെ വക്കിൽ നിന്ന് അയാൾ എങ്ങനെയാണ് തിരിച്ചുവന്നത്? ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ജോസ് സാൽവഡോർ അൽവരെങ്കയുടെ ആ പോരാട്ടത്തിന്റെ കഥയാണിത്. ജോസ് സാൽവഡോർ അൽവരെങ്ക ജനിച്ചത് സെൻട്രൽ അമേരിക്കയിലെ എൽ സാൽവഡോർ എന്ന കൊച്ചു രാജ്യത്താണ്. അവിടെ തന്റെ അച്ഛനമ്മമാരോടും മകൾ ഫാത്തിമയോടുമൊപ്പം കഴിഞ്ഞിരുന്ന ജോസ് മീൻപിടുത്തത്തിൽ വലിയ വൈദഗ്ധ്യമുള്ളയാളായിരുന്നു. കൂടുതൽ വരുമാനം പ്രതീക്ഷിച്ച് അദ്ദേഹം മെക്സിക്കോയിലേക്ക് കുടിയേറി. അവിടെ കോസ്റ്റ അസൂൽ എന്ന തീരഗ്രാമത്തിൽ അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ട ലാ ചഞ്ച എന്നായിരുന്നു. 2012 നവംബർ 17 2 ദിവസം നീണ്ടുനിൽക്കുന്ന മീൻപിടുത്തത്തിനായി അൽവരെങ്ക കടലിലേക്കിറങ്ങി. കൂടെ വരാനിരുന്ന സുഹൃത്തിന് വരാൻ കഴിയാത്തതുകൊണ്ട് കടലിൽ വലിയ പരിചയമില്ലാത്ത ഇസിക്കിയേൽ കോർഡോബ എന്ന 22 വയസ്സുകാരനെ അദ്ദേഹം കൂടെ കൂട്ടി. വെറും 25 അടി നീളമുള്ള ഒരു ചെറിയ ഫൈബർ ബോട്ട്. അതിൽ വൻതോതിൽ മീനുകളെ സംഭരിക്കാനുള്ള ഐസ് ബോക്സുകളും വലകളും മാത്രമാണുണ്ടായിരുന്നത്. കരയിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയപ്പോൾ കാലാവസ്ഥ മാറി. ഭീകരമായൊരു കൊടുങ്കാറ്റ് അവരെ പിടികൂടി. 5 ദിവസം ആ ചെറിയ ബോട്ട് തിരമാലകളിൽ ആടിയുലഞ്ഞു. ഇതിനിടയിൽ ബോട്ടിന്റെ മോട്ടോർ പണിമുടക്കി. റേഡിയോ തകരാറിലായി. തങ്ങളെ തേടി ആരും വരില്ലെന്നുറപ്പായതോടെ അവർ പസഫിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഒഴുകിപ്പോയി. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും ദിവസങ്ങൾക്കുള്ളിൽ തീർന്നു. പിന്നെ നടന്നത് അതിജീവനത്തിനായുള്ള കടുത്ത പോരാട്ടമായിരുന്നു. ബോട്ടിനു ചുറ്റും നീന്തിയിരുന്ന കടലാമകളെയും മീനുകളെയും അവർ കൈകൊണ്ട് പിടിച്ചു. തീയില്ലാത്തതുകൊണ്ട് അവയുടെ മാംസം പച്ചയ്ക്ക് തന്നെ കഴിച്ചു. കടൽ പക്ഷികൾ ബോട്ടിനരികിൽ വന്നിരിക്കുമ്പോൾ അവയെ പിടികൂടി തിന്നു. മഴ പെയ്യുമ്പോൾ ഐസ് ബോക്സുകൾ തുറന്നുവെച്ച് വെള്ളം ശേഖരിക്കും. മഴയില്ലാത്ത കടുത്ത ചൂടുള്ള ദിവസങ്ങളിൽ ദാഹം സഹിക്കവയ്യാതെ സ്വന്തം മൂത്രവും പക്ഷികളുടെ ചോരയും വരെ അവർക്ക് കുടിക്കേണ്ടി വന്നു. 4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന കോർഡോബ തളർന്നു. പച്ച മാംസം കഴിച്ച് അയാൾക്ക് വയറിന് അസുഖം ബാധിച്ചു. മാനസികമായി തകർന്ന അയാൾ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു. ഒടുവിൽ അൽവരെങ്കയുടെ മടിയിൽ കിടന്ന് ആ യുവാവ് മരിച്ചു. മാസങ്ങളോളം ആ മൃതദേഹത്തോട് സംസാരിച്ചാണ് അൽവരെങ്ക തന്റെ ഏകാന്തത മറികടന്നത്. ഒടുവിൽ മൃതദേഹം ജീർണിച്ചു തുടങ്ങിയപ്പോൾ കണ്ണീരോടെ അദ്ദേഹം അത് കടലിൽ ഒഴുക്കിവിട്ടു. പിന്നീട് ആ വലിയ കടലിൽ അൽവരെങ്ക പൂർണ്ണമായും ഒറ്റയ്ക്കായി. നീണ്ട 438 ദിവസങ്ങൾ കഴിഞ്ഞു. ഏകദേശം 10,800 കിലോമീറ്റർ സഞ്ചരിച്ച് ആ ബോട്ട് 2014 ജനുവരി 30 മാർഷൽ ഐലൻഡ്സിലെ ഒരു ചെറിയ ദ്വീപിനടുത്തെത്തി. നീന്തി കരയെത്തിയ അദ്ദേഹത്തെ കണ്ട നാട്ടുകാർ ഞെട്ടിപ്പോയി. അസ്ഥികൂടം പോലെ മെലിഞ്ഞ നീണ്ട മുടിയും താടിയുമുള്ള ഒരു മനുഷ്യരൂപം. അദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കരളിന് കടുത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിറ്റാമിനുകളുടെ കുറവ് കാരണം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു. വലിയൊരു മാനസിക ആഘാതത്തിലൂടെ കടന്നുപോയതിനാൽ ജനക്കൂട്ടത്തെ കാണുന്നത് അദ്ദേഹത്തിന് ഭയമായിരുന്നു. പലരും അൽവരെങ്കയുടെ കഥ വിശ്വസിച്ചില്ല. സുഹൃത്തിനെ കൊന്നു തിന്നു എന്നുവരെ ചിലർ ആരോപിച്ചു. എന്നാൽ ലൈ ഡിറ്റക്ടർ ടെസ്റ്റും ശാസ്ത്രീയ പരിശോധനകളും അദ്ദേഹം സത്യമാണ് പറയുന്നതെന്ന് തെളിയിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് സുഖം പ്രാപിച്ച അദ്ദേഹം തന്റെ ജന്മനാടായ എൽ സാൽവഡോറിലേക്ക് തിരിച്ചുപോയി. മരിച്ചുപോയി എന്ന് കരുതി അച്ഛനുവേണ്ടി പ്രാർത്ഥനകൾ നടത്തിയിരുന്ന മകൾ ഫാത്തിമയ്ക്ക് മുന്നിൽ അദ്ദേഹം ഒരു അത്ഭുതം പോലെ പ്രത്യക്ഷപ്പെട്ടു. ഒരു ചെറിയ ബോട്ടിൽ ഒന്നുമില്ലാത്ത ഒരിടത്തു നിന്ന് മരണത്തെ തോൽപ്പിച്ച് തിരിച്ചുവന്ന അൽവരെങ്ക നമ്മോട് പറയുന്നത് ഒന്നേയുള്ളൂ: എത്ര വലിയ പ്രതിസന്ധിയിലും പ്രതീക്ഷ കൈവിടരുത്. മനക്കരുത്തുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കടലും കടക്കാം. ഈ അവിശ്വസനീയമായ കഥയെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ റിയൽ സ്റ്റോറിക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.